ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളക് വെച്ചിട്ട്, നമ്മുടെ പച്ചമുളകില്ലേ അത് വെച്ചിട്ടൊരു നാടൻ കറിയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ഓർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പച്ചമുളക് ഇങ്ങനെ അധികം എരിവിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവ് വേണ്ടവർക്ക് എരിവ് കൂടുതലുള്ളത് എടുക്കുക, അല്ലാത്ത സാധാരണ എരിവ് കുറഞ്ഞ പച്ചമുളക് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. കഴിയുന്ന ഇങ്ങനെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ കടിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുക. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനൊരു 15 മുളക് എടുത്തിട്ടുണ്ട്. ഉണ്ടമുളകാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? മൺചട്ടി ഉണ്ടെങ്കിൽ അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ അത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചുവന്നുള്ളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടണ്ട, അതിങ്ങനെ നടുവേ പൊളിച്ചിട്ടാൽ മതി. ഞാൻ പിന്നെ കുറച്ച് സബോളയും ചേർക്കുന്നുണ്ട് കേട്ടോ. സബോള ഇപ്പോൾ ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടി കുറച്ചിടണം. മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി. ഇതിപ്പോൾ ഞാനിടുന്നത് മഞ്ഞൾ പൊടിയാണ്. ഇനി കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കണം, ഉപ്പും ചേർക്കണം. എന്നിട്ടത് നമ്മൾ അടുപ്പയിലാണ് വെക്കുന്നത്. കാരണം നമുക്ക് പുറത്തൊരു കിച്ചൺ ഉണ്ട്, അപ്പോൾ അവിടെ വിറകും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഉള്ളി ഇട്ടു. ഇപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടു, കുറച്ച് സവോള ഇട്ടു, മഞ്ഞളും ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി, വെള്ളവും ഒഴിച്ച് നമ്മളൊന്ന്, പക്ഷേ ഇതധികം വേഗരുത് കേട്ടോ. കഴിയുന്നത് ഇത് അധികം വേവാതെ നമ്മൾ അതിനു മുമ്പ് നമ്മൾ എന്താ പറയുക, ഒരു 3 കുടംപുളി, ഒരു 15 ഇതിന് ഒരു 3 കുടംപുളി, ഒരുപാട് പുളി വേണ്ട, ഒരു 3 കുടംപുളി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇത് അധികം വേവരുത് മുളക്. അതൊന്ന് കടിക്കാൻ, നമ്മൾ ചോറിന് കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാനായിട്ടിങ്ങനെ അധികം വേവാതെ കിട്ടണം. ഈ മുളകൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്, ഇഷ്ടപ്പെടും. അപ്പോൾ എന്നിട്ട് അത് തിളയ്ക്കുമ്പം ചെറുതായിട്ട് വെന്തോന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് കാണിക്കണം, ഈ കുടംപുളി കഴുകി വെള്ളത്തിലിട്ടത് ആ വെള്ളം അടക്കം നമ്മളതിൽ ഒഴിക്കുക. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, തേങ്ങ ചിരകി വെച്ചത് കുറച്ച്, തേങ്ങയും എനിക്ക് ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ വേണമെന്ന് മഞ്ഞൾ പൊടിയും കൂടെ വേണമെന്ന് തോന്നി അതും കൂടി ഇട്ട് അരച്ച് കൊണ്ടുവന്ന് ഇതിൽ ചേർക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില, കുടംപുളി, ഓക്കെ, പിന്നെ കറിവേപ്പില ഒരു 3-4 തണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി ഒന്നതായിട്ട് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, മുകളിൽ കടുകൊന്നും പൊട്ടിക്കണ്ട, വേറൊന്നും ചേർക്കണ്ട, കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും, അടിപൊളി സ്മെല്ല് വരും. ഈ കറിക്കൊരു പുളിപ്പും, ചെറുതായിട്ടൊരു പുളിപ്പും, നമ്മൾ മോരുകറി വെക്കുന്ന പോലെ പച്ചമാങ്ങയൊക്കെ കറി വെക്കില്ലേ, പിന്നെ മുളകിൻ്റെ ഒരു പ്രത്യേക മണം എടുത്ത് വരും കേട്ടോ. അപ്പോൾ മുളക് കറിയൊക്കെ മുളക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറിയൊന്ന് വെച്ച് നോക്ക്, അടിപൊളിയായിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യണേ.